അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 16/5/2025 അല്ലാഹു ലത്തീഫും ബിഇബാദിഹി എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമുഅ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠനാമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നാമം, അവൻ്റെ വിശേഷണങ്ങളിൽ ഒരു ഉയർന്ന വിശേഷണമാണത്. നമ്മുടെ മനസ്സിന് ഏറെ സന്തോഷം നൽകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നാം റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ആ നാമം അൽ ലത്തീഫ്, അവൻ പരമദയാലുവാണ് എന്ന് അർത്ഥം വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനും കൈകാര്യം ചെയ്യുന്നവനുമാണ്. എല്ലാത്തിനോടും അവൻ ദയയും കരുണയും ഉള്ളവനാണ്. ലാ തുദ്രിക്കുൽ അബ്സാർ വഹു യുദ്രിക്കുൽ അബ്സാർ വഹു ലത്തീഫുൽ ഖബീർ. അവൻ ദൃഷ്ടികൾക്ക് അതീതനാണ്. നമ്മുടെ നേത്രങ്ങളെ കൊണ്ട് നമുക്കവനെ കാണാൻ കഴിയുന്നില്ല. അവനോ എല്ലാ നേത്രങ്ങളെയും കാണുന്നവനും അറിയുന്നവനുമാണ്. അവൻ സർവജ്ഞാനിയും കരുണാമയനുമാണ്. അള്ളാഹുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ അവൻ നമ്മെ കാണുന്നുണ്ട്. നമ്മുടെ എല്ലാം വ്യക്തമായി സമ്പൂർണമായി അറിയുകയും ചെയ്യുന്നുണ്ട്. അവനിൽ അവ്യക്തമായിട്ടൊന്നും ഇല്ല. മഹാനായ ലുഖ്മാൻ എന്നവർ അവരുടെ മോനോട് പറയുകയുണ്ടായി, യാ ബുനയ്യ ഇന്നഹ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫി സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. ഓ കുഞ്ഞുമോനെ, ആ കാര്യം ഒരു കടുമണിയോളമേ ഉള്ളൂ. അതുമായി നീ ഒരു പാറക്കല്ലിൻ്റെ ഉള്ളിലായി, അല്ലെങ്കിൽ ആകാശത്തിൻ്റെ ഏതോ കോണിലായി, ഭൂമിയുടെ ഏതെങ്കിലും ഭാഗത്തായി, എന്നാൽ അതൊക്കെ അള്ളാഹു കൊണ്ടുവരും. അവനതറിയും. അവൻ പൂർണ്ണമായി എല്ലാം മനസ്സിലാക്കുന്നവനാണ്. അള്ളാഹുവിൽ നിന്നൊന്നും നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൽ ഒന്നും അവ്യക്തമാവുകയും ചെയ്യുന്നില്ല. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. അറിയണേ, അവൻ സൃഷ്ടിച്ച മുഴുവനും അറിയുന്നവനാണ്. അവൻ പരമദയാലുവും എല്ലാം മനസ്സിലാക്കിയവനും ആണ്. സൃഷ്ടികൾക്ക് അവരുടെ ജീവിതവൃത്തികൾ അവൻ തയ്യാർ ചെയ്തു വച്ചിട്ടുണ്ട്. അതെങ്ങനെ എവിടെ നിന്ന് ലഭിക്കുമെന്ന് നമുക്ക് അറിയുകയില്ല. പക്ഷേ അവർക്ക് ആവശ്യമായതൊക്കെ അവരിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് അവർ കണക്കാക്കുന്നത് പ്രകാരമല്ല, റബ്ബ് കണക്കാക്കുന്നത് പ്രകാരം. അവൻ എല്ലാവർക്കും കരുണ ചൊരിയുന്നവനാണ്. അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു അവൻ്റെ അടിമകളോട് ദയാവായ്പുള്ളവനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകും. അവൻ ശക്തനും പ്രതാപശാലിയുമാണ്. തത്വജ്ഞാനികളിൽപ്പെട്ട ഒരു മഹാൻ പറയുകയുണ്ടായി, അല്ലാഹു നിനക്ക് നീ ചോദിച്ചതൊക്കെ തരാതിരിക്കുന്നത്, നിനക്ക് അത് തടഞ്ഞു വെക്കുന്നത് അവൻ്റെ പിശുക്ക് കൊണ്ടിട്ടല്ല, പിന്നെ നിന്നോടുള്ള ആ ദയവും കാരുണ്യവും കൊണ്ടിട്ടാണ്. അവന് നിനക്കേതാണ് നല്ലത് എന്ന് വ്യക്തമായി അറിയും. അതുകൊണ്ട് നീ അവന് വഴിപ്പെടുക, അവൻ്റെ ആ നിയന്ത്രണത്തിൽ നീ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുക. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. നാം അള്ളാഹുവിൻ്റെ ലത്തീഫ് എന്ന നാമം ചിന്തിക്കുമ്പോൾ അവൻ്റെ ഓരോ ഹിക്മത്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ നമ്മളോട് കാണിക്കുന്ന ദയാവായ്പ എത്രയുണ്ട് എന്ന് അറിയാൻ കഴിയും. അള്ളാഹു പറഞ്ഞല്ലോ, അവനെ സൂക്ഷിച്ച് ജീവിക്കണം നിങ്ങൾ. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖ്ഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരൊരാൾ അള്ളാഹുവിനെ സൂക്ഷിച്ചോ, അവന് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു പോംവഴി അവനുണ്ടാക്കും. അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവൻ നൽകുകയും ചെയ്യും. നാം അള്ളാഹുവിൻ്റെ ലത്തീഫ് എന്ന നാമത്തിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ജീവിക്കണം. നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവരോട് നമ്മൾ ദയ കാണിക്കണം.
അവർ നമ്മളോട് എന്തെങ്കിലും സഹായമർത്ഥിച്ചാൽ നാം അവരെ സഹായിക്കണം. നബിതങ്ങൾ പറഞ്ഞു, മൻ നഫ്ഫസ അൻ മുഅ്മിനിൻ കുർബത്തൻ മിൻ കുറബിദ് ദുനിയ നഫ്ഫസല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ഒരാൾ ഒരു മുഅ്മിനിൻ്റെ ഈ ഐഹിക ലോകത്തെ ഒരു പ്രയാസം നീക്കിക്കൊടുത്താൽ അവൻ്റെ പാരത്രിക ലോകത്തെ പ്രയാസം അതിനു പകരമായി അന്ത്യനാളിൽ അള്ളാഹു നീക്കിത്തരും എന്ന്. നാം റബ്ബിൻ്റെ ആ ലുത്ഫ് ദയയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരാകണം. നമുക്ക് വിഷമങ്ങളുണ്ടാകുമ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മളോട് സഹായം തേടിയാൽ അയാളെ നമ്മൾ സഹായിക്കണം. മാപ്പ് അപേക്ഷിച്ചാൽ നമ്മൾ മാപ്പ് കൊടുക്കണം. നാം എല്ലാവർക്കും കരുണ ചൊരിയണം. ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹമാ. നിശ്ചയം അള്ളാഹു അവൻ്റെ അടിമകളിൽ നിന്നും കാരുണ്യം ചൊരിയുന്നവർക്കേ കരുണ ചെയ്യുകയുള്ളൂ. അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. ഒരാളെയും അവൻ ആക്രമിക്കാൻ പാടില്ല. ഈ ലുത്ഫ് എന്ന സ്വഭാവം അവനിലും ഉണ്ടാവണം. അവൻ്റെ എല്ലാ കാര്യങ്ങളിലും സംസാരങ്ങളിലടക്കം. വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയുവീൻ എന്നാണല്ലോ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ലുത്ഫ് മയത്തോടുകൂടി മൃദുത്വത്തോടുകൂടി പെരുമാറുക എന്നത് ഒരു നല്ല സ്വഭാവമാണ്. അത് നമ്മുടെ എല്ലാറ്റിലും ഉണ്ടാകണം. അള്ളാഹു പറഞ്ഞു, യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലിഹി. നബിതങ്ങൾ റബ്ബിനെപ്പറ്റി പറയുകയാണ്, അള്ളാഹുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും റിഫ്ഖ്, ഒരു മൃദുത്വം, ഒരു മയം ഉദ്ദേശിക്കുന്നു. നമ്മുടെ വീടുകളിൽ അതുണ്ടാകണം, ജോലിയിടങ്ങളിൽ ഉണ്ടാകണം, മസ്ജിദുകളിൽ ഉണ്ടാകണം, മാർക്കറ്റുകളിൽ ഉണ്ടാകണം. ആ ലുത്ഫ്, ദയാവായ്പ്, അത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വ്യാപിപ്പിക്കാൻ കഴിയണം. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ നിൻ്റെ ആ ദയാവായ്പകൾ ഓശാരമായി നൽകണേ, ഞങ്ങളോട് കരുണ കാണിക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു.